ഹരേ കൃഷ്ണ. കൈലാസഗമനം. രുക്മിണിയുമൊത്ത് ദ്വാരകയിൽ താമസിക്കുന്ന കാലത്ത് ഭഗവാൻ കൃഷ്ണൻ കൈലാസത്തിൽ പോയി പരമശിവനെ സന്ദർശിക്കണമെന്ന് നിശ്ചയിച്ച് തൻ്റെ വാഹനമായ ഗരുഡനെ സ്മരിച്ചു. ഗരുഡൻ ഹാജരായി. അവൻ്റെ കഴുത്തിൽ കയറിയിരുന്നു കൊണ്ട് ആകാശമാർഗം കൈലാസത്തിലേക്ക് തിരിച്ചു. മാർഗമധ്യേ ബദര്യാശ്രമത്തിലിറങ്ങി. മുനിമാർ അവിടെ ഒരു യാഗം നടത്താൻ ഒരുങ്ങുകയായിരുന്നു. അവർ ഭഗവാനെ കണ്ട് ഭക്തി പരവശരായി അവിടത്തെ സ്വീകരിച്ച് സൽക്കരിച്ചു. മുനിമാരുമായി കുശലപ്രശ്നം ചെയ്തിരിക്കുമ്പോൾ പെട്ടെന്ന് ആ വനപ്രദേശം മുഴുവൻ നായാട്ടുകാരുടെ അട്ടഹാസങ്ങൾ കൊണ്ടും വന്യമൃഗങ്ങളുടെ ദീനരോധനങ്ങൾ കൊണ്ടും നായ്ക്കളുടെ കുര കൊണ്ടും മുഖരിതമായി. എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ വിരൂപികളായ കുറേയേറെ പിശാചുക്കൾ പച്ച മാംസത്തിൽ തിന്നും രക്തം കുടിച്ചും കാടിളക്കി അട്ടഹസിച്ചുകൊണ്ടും അടുത്തടുത്ത് വരുന്നതായി കണ്ടു. അവർ ആരാണെന്നും എന്താണ് ഈ ചെയ്യുന്നതെന്നും മറ്റും ഭഗവാൻ അവരോട് ചോദിച്ചു. തങ്ങൾ പരമശിവന്റെ ഭൃത്യരാണെന്നും ശിവന്റെ കൽപ്പന അനുസരിച്ച് ശ്രീകൃഷ്ണ ദർശനം നടത്തി പാപമുക്തരാവാൻ വേണ്ടി ദ്വാരകയിലേക്ക് പോവുകയാണെന്നും അവരിൽ പ്രമാണികളായ ഖണ്ഡനും കർണനും മറുപടി പറഞ്ഞു. താൻ തന്നെയാണ് കൃഷ്ണനെന്നും അവരുടെ സകല പാപങ്ങളും തീർന്നിരിക്കുന്നുവെന്നും പറഞ്ഞ് ഭഗവാൻ അവരെയെല്ലാം സ്വരൂപന്മാരാക്കുകയും കൈലാസത്തിലേക്ക് മടക്കി അയക്കുകയും ചെയ്തു. അനന്തരം ഭഗവാൻ മുനിമാരുടെ അനുജ്ഞയോടുകൂടി തൻ്റെ കൈലാസയാത്ര തുടർന്നു. ശ്രീകൃഷ്ണൻ തന്നെ കാണാൻ വരുന്നു എന്നുള്ള വിവരം ഖണ്ഡാകർണന്മാർ പറഞ്ഞറിയിച്ചിരുന്ന പരമശിവനും ശ്രീ പാർവതിയും ഗണപതിയും സ്കന്ദനും കാളിയും ഭൂതഗണങ്ങളും നന്ദികേശ്വരനുമെല്ലാം ഒന്നിച്ച് ഭഗവാനെ സ്വീകരിക്കാനൊരുങ്ങി നിന്നു. ഭസ്മധൂളിതനായി, വൃഷഭാരുടനായി, സർപ്പകങ്കണനായി, സർപ്പകുണ്ടലനായി, സർപ്പകടി സൂത്രകടമഞ്ചീരനായി, കൃത്തിവാസസായി, പുലിത്തോലും ജടയും കപാലവും ശൂലവും ധരിച്ചവനായി, പീതാംബരനായി, നീലകണ്ഠ പരമേശ്വരനും ശംഖചക്ര ഗദാ പത്മങ്ങൾ ധരിച്ച ചതുർബാഹുക്കളോട് കൂടിയവനായി, കിരീടത്തോടും മകര കുണ്ടലങ്ങളോടും കൂടിയവനായി, പങ്കജനേത്രനായി, വനമാലാധാരിയായി, ഗരുഡാരൂഢനായി വിരാജിച്ചരുളുന്ന ശ്രീകൃഷ്ണ പരമാത്മാവും തമ്മിലുണ്ടായ ആ ദിവ്യ സമാഗമം കൺകുളിർക്കെ കണ്ട് ആനന്ദിക്കാനായി ദേവന്മാരും യക്ഷകിന്നര ഗന്ധർവന്മാരും ആകാശത്തിൽ അണിനിരക്കുകയും വാദ്യമേളാദികളാലും സ്തുതിഗീതങ്ങളാലും പുഷ്പവൃഷ്ടിയാലും ആ അനർഘ നിമിഷത്തെ കൊണ്ടാടുകയും ചെയ്തു. ശ്രീ പരമേശ്വരനും കൃഷ്ണനും അന്യോന്യം ആശ്രുവാദങ്ങളും കുശലപ്രശ്നങ്ങളും കഴിഞ്ഞതിന് ശേഷം എന്താണ് കൃഷ്ണൻ്റെ ആഗമനോദ്ദേശം എന്ന് ശിവൻ ചോദിച്ചു. തനിക്കൊരു പുത്രനുണ്ടാകാൻ അനുഗ്രഹിക്കണമെന്ന് കൃഷ്ണൻ ശിവനോട് അപേക്ഷിച്ചു. പണ്ട് തൃക്കണ്ണുകൊണ്ട് കാമദേവനെ ദഹിപ്പിച്ചപ്പോൾ കാമദേവന് വീണ്ടും ഒരു ജന്മം നൽകണമെന്ന് രതീദേവി ശ്രീ പരമേശ്വരനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് കാമദേവൻ ഇപ്പോൾ പ്രദ്യുമ്നൻ എന്ന പേരിൽ രുക്മിണിയെ ശ്രീകൃഷ്ണൻ്റെ പുത്രനായി ജനിക്കുമെന്ന് ശിവൻ അനുഗ്രഹിച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ സന്തുഷ്ടനായി ദ്വാരകയിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു.